ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് എന്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. BB ക്രീം, CC ക്രീം, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേച്ചി? അത് നമുക്ക് ഫൗണ്ടേഷന് പകരം BB ക്രീം യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ ഫൗണ്ടേഷന് പകരം CC ക്രീം യൂസ് ചെയ്യാമോ എന്നൊക്കെ പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ BB ക്രീം, CC ക്രീം, ഫൗണ്ടേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് ഏതാണ്, ഈ മൂന്നിൽ ഏതാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ എന്നുള്ളതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണുന്ന ഓരോരുത്തർക്കും ഏത് ക്രീം യൂസ് ചെയ്യാം, ഏതായിരിക്കും നമുക്ക് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് മീഡിയം ടു ഫുൾ കവറേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല അത് നമുക്ക് പല ടെക്സ്ചറിലാണ് നമുക്ക് ലഭിക്കുന്നത്. ലിക്വിഡ് ആൻഡ് ക്രീം രൂപത്തിലും ഒക്കെ ആയിരിക്കും നമുക്ക് ഫൗണ്ടേഷൻ ലഭിക്കുന്നത്. അത് മാത്രമല്ല നമുക്കൊരു നല്ലൊരു ഫ്ലawless ലുക്ക് കിട്ടാനും, അതുപോലെ തന്നെ നമുക്കൊരു നോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് CC ക്രീം ആണ്. CC ക്രീം എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതൊരു കളർ കറക്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു മാറ്റി ഫിനിഷിംഗ് കിട്ടുമെങ്കിലും നമുക്കൊരു ഗ്ലോയി ലുക്ക് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇതൊരു ഹൈഡ്രേറ്റർ ആണ്. പിന്നെ ഇതിൽ SPF-ന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അപ്പൊ ഇതാണ് CC ക്രീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് BB ക്രീം ആണ്. BB ക്രീം എന്ന് പറയുന്നത് CC ക്രീം പോലെ തന്നെയാണ്. നമുക്ക് ഒരു മിനിമൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് BB ക്രീം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നവർക്ക് ചെറുതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് BB ക്രീം എന്ന് പറയുന്നത്. BB ക്രീം എന്ന് പറയുന്നത് ലൈറ്റ് ടു മീഡിയം കവറേജ് തന്നെയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് SPF അടങ്ങിയിട്ടുണ്ട്, മോയ്സ്ചറൈസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ, CC ക്രീം ആൻഡ് BB ക്രീം നമ്മൾ ഇത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് BB ക്രീം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ CC ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കളർ കറക്റ്റർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഫൗണ്ടേഷൻ അങ്ങനെയല്ല. ഫൗണ്ടേഷൻ നമുക്ക് ലിക്വിഡ് രൂപത്തിലും ക്രീം രൂപത്തിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു മാറ്റ് ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മേക്കപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്, ഇതിൽ BB ക്രീം ആണോ, CC ക്രീം ആണോ, ഫൗണ്ടേഷൻ ആണോ യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ എന്നുള്ളത് കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരേക്കും. ഓക്കെ, ബൈ, സീ യു.